തങ്ങളുടെ രാജ്യത്തു നിന്ന് പറന്നുയർ വിമാനം ഹൈജാക്ക് ചെയ്യപ്പെടുന്നു. ഏകദേശം 4000 കിലോമീറ്റർ ദൂരത്തുള്ള മറ്റൊരു രാജ്യത്തിലെ വിമാനത്താവളത്തിൽ ചെന്ന് ബന്ദികളെ രക്ഷപ്പെടുത്തുന്ന യഥാർത്ഥ സംഭവത്തിന്റെ ദൃശ്യാവിഷ്കാരമാണിത്. പ്രേക്ഷകനെ ത്രില്ലടിപ്പിച്ചുകൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. തുടങ്ങി അല്പം കഴിയുമ്പോൾ തന്നെ പ്രേക്ഷകൻ എൻഗേജ്ഡ് ആകുന്നു. 1976 ജൂൺ 27 ടെൽ അവീവിൽ നിന്ന് പാരീസിലേക്കുള്ള 248 യാത്രക്കാരുമായി പോകുന്ന എയർ ഫ്രാൻസ് എയർബസ് വിമാനം റാഞ്ചി ഉഗാണ്ടയിൽ ഇറക്കുകയാണ്. തുടർന്ന് ഇസ്രായേൽ സേന ഉഗാണ്ടയിലെ എൻഡബെ എയർപോർട്ടിൽ പ്രത്യാക്രമണം നടത്തി ബന്ദികളെ മോചിപ്പിക്കുന്നു. ലോക ചരിത്രത്തിൽ തന്നെ ഒരു രാജ്യത്തിന്റെ സേനയും ഇത്രയും ദൂരം സഞ്ചരിച്ചു മറ്റൊരു രാജ്യത്ത് പോയി ഒരു രക്ഷാപ്രവർത്തനം നടത്തിയതായി രേഖകളില്ല. ബന്ദികൾക്ക് പകരമായി ഇസ്രായേൽ തടവിലാക്കിയ തടവുകാരെ മോചിപ്പിക്കുക എന്നതായിരുന്നു ഹൈജാക്കർമാരുടെ ലക്ഷ്യം. ലക്ഷ്യസ്ഥാനമായ പാരീസിലേക്ക് ടെൽ അവീവിൽ നിന്ന് പുറപ്പെട്ട വിമാനം ബംഗാസി വഴി ഉഗാണ്ടയിലെ പ്രധാന വിമാനത്താവളമായ എൻഡബെയിലേക്ക് തിരിച്ചുവിടുന്നു. ഉഗാണ്ടൻ പ്രസിഡന്റ് ഈദി അമീനിന്റെ മൗനാനുവാദത്തോടെയാണ് തീവ്രവാദികൾ വിമാനം എൻഡബെയിൽ ഇറക്കുന്നത്. ത്രില്ലർ സിനിമയാണെങ്കിലും ബന്ദികളുടെയും തീവ്രവാദികളുടെയും വൈകാരിക പരിസരവും സിനിമയിൽ കാണിക്കുന്നുണ്ട്. ജോസ് പാഡിൽഹ സംവിധാനം നിർവഹിച്ച ചിത്രത്തിൽ റോസമുണ്ട് പിക്വെ, ഡാനിയൽ ബ്രൂഹി എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നു. തിരക്കഥ രചിച്ചത് ഗ്രിഗറി ബുർക്കെ. ഒരാഴ്ചത്തെ ആസൂത്രണത്തിനൊടുവിൽ 90 മിനിറ്റ് നീണ്ടുനിന്ന വിജയകരമായ ഓപ്പറേഷൻ. ശ്വാസം അടക്കിപ്പിടിച്ച് മാത്രമേ ബന്ദികളെ പുറത്തെത്തിക്കുന്ന രംഗങ്ങളെല്ലാം കണ്ടു നിൽക്കാനാവൂ.